ഈ പോക്കാണെങ്കിൽ ഒരു സൂപ്പർ ആക്സിഡൻറ്റ് വളരെ പെട്ടെന്ന് നടക്കും. അങ്ങനെ ആവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പം നമ്മുടെ ഹൈവേയിൽ ഓരോന്നൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഈ കിടക്കുന്നുണ്ടോ 4-5 വണ്ടികളൊക്കെയാണ് ഇട്ടേക്കണം. ഇതേപോലെ നമ്മുടെ ഹൈവേയിൽ ഇതേപോലെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ട്. ഒരു മാർക്കിംഗ് ഇല്ല. സാധാരണ 30 മീറ്റർ ബാക്കിൽ ഇങ്ങനെ മാർക്കിംഗ് വെക്കണം ഒരു വണ്ടി ഇങ്ങനെ ഹൈവേയിൽ. ആക്ച്വലി അങ്ങനെ ഇട്ടുകൂടാ. ആസ് പെർ റൂൾ അനുസരിച്ച് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനേ പാടില്ല. പിന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. മാർക്കിംഗ് ഇല്ല, ഒന്നുമില്ല. എന്നാണ്ട് ഇവിടെ 660 അറഞ്ചം പറഞ്ഞ് 100-150 ഓരോരുത്തന്മാർ പറഞ്ഞത്. ഇടിച്ച് കപ്പായി തീരുമല്ല. എന്നിട്ട് ഈ ഇടയ്ക്ക് കോഴിക്കോട് ഇങ്ങനെ സംഭവം നമ്മൾ കിടക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ കാണാനില്ലേ. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ താമസിക്കാൻ നടക്കും. ഈ പോക്കാണെങ്കിൽ ടോളിൻ്റെ പൈസ പിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സേഫ്റ്റിയും അവർ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ റോഡ് സേഫ്റ്റിയുടെ സ്പെല്ലിംഗ് പോലും അറിഞ്ഞൂടെ ഇവന്മാർക്ക്. ടോൾ ബൂത്തിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങനെ നടക്കുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവം. ഇത് സ്ഥിരം നടക്കുന്ന പരിപാടിയാണ്. അതുവഴി പോകുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ പിന്നെ സ്ഥിരം പറഞ്ഞ വഴിയുണ്ട്, നമ്മളിത് നോക്കിയേ വരുള്ളൂ. ഈ തമിഴ്നാട്ടിലും കർണാടകയിലും അവിടെയൊക്കെ ഉള്ളവന്മാരൊക്കെ ഇതുവഴി വരുമ്പോൾ എന്ത് ചെയ്യും? കോവളം ജംഗ്ഷനിൽ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ബാക്കിലൊരു പയ്യൻ ബൈക്ക് ഇടിച്ച് മരിച്ച്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതേപോലെ ഈ ഹൈവേയിൽ ഇങ്ങനെ നിർത്താൻ പാടില്ല. ശരി, ഇവർക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ ഞാൻ 1-2 വട്ടം വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമില്ല. അവർ ഹൈവേ തട്ടിയുടെ തലയിലൊക്കെ ഇടും. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് നോക്കുന്നത് എന്ത് ഡേഞ്ചറസ് ആണ്. ഒരു ബോധം വേണ്ടി. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമില്ലെങ്കിൽ ഗവൺമെൻറ് 5 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ഈ ട്രക്കിന് വേണ്ടി ഒരു സ്റ്റോപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവർക്ക് വാഷ്റൂം ഫെസിലിറ്റിയും പാർക്കിംഗ് ഫെസിലിറ്റിയൊക്കെ കൊടുക്കുന്നത്. ഇത് നാട്ടുകാർ തണ്ട ഇടിച്ച് കപ്പായി ചാവണം എന്തിനാണ്? എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നി കഴിച്ചു. കാരണം വളരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ മോശത്തിൻ്റെ അപ്പുറം മോശം. ദൈവമേ, ആർക്കും ഒന്നും പറ്റില്ലേ. എനിക്ക് അത്രയും മാത്രമേ പറയുള്ളൂ. ബോധമില്ലാത്ത കുറേ ഭ്രാന്തന്മാർ.